എല്ലാവരും എത്തിയല്ലോ അല്ലേ? ഇന്ന് നമുക്ക് കുറച്ച് ചെപ്പടി വിദ്യകൾ പഠിച്ചാലോ? ആദ്യമായ ഒരു അഭ്യർത്ഥനയുണ്ട്. ഹോസ്റ്റലേഴ്സ് ഒഴികെ അമ്മമാരും ആന്റിമാരും കുക്കിംഗ് അറിയാവുന്നവരൊന്നും ഇതൊന്നും പരീക്ഷിക്കരുത് എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് അപേക്ഷിക്കുന്നു. ഇനി ഈ ക്യാരറ്റ് എന്തിനാണെന്നല്ലേ? ഹെൽത്തി ഫുഡ് കഴിക്കുക എന്നുള്ളതിന്റെ ഭാഗമായിട്ട് തുടങ്ങിയിട്ടുള്ള പ്രഹസനമാണ് കേട്ടോ. ഒരു മുഴുവൻ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് ദോശമാവിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി അത് കുറച്ചു നേരത്തേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ആദ്യം ഉള്ളിക്കറി ഉണ്ടാക്കാം. അതിനായിട്ട് എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായപ്പോഴേക്കും അതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തു. ശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. ഈ അടുപ്പിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഒരു സൈഡിൽ മാത്രം ഫ്ലെയിം അധികമായിട്ട് വരുന്നുണ്ടായിരുന്നു. ആ സൈഡ് പെട്ടെന്ന് ചൂടാവും, പെട്ടെന്ന് കരിഞ്ഞു പോകാനും ചാൻസ് കൂടുതലാണ്. നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ആ അടുപ്പ് വേറൊരു കുട്ടി ഓൾറെഡി റിസർവ് ചെയ്ത് വെച്ചേക്കാം. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാനും വിശപ്പ് അനുവദിക്കുന്നില്ലായിരുന്നു കേട്ടോ. പിന്നെ കയ്യിലുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും മസാലപ്പൊടിയും ഒക്കെ ചേർത്ത് ഉള്ളി അങ്ങ് വഴറ്റിയെടുത്തു. ഇനി അടുത്തതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ വിദ്യ കേട്ടോ. കയ്യിലുള്ള അപ്പച്ചട്ടിയിലാണേ നമ്മൾ ഇന്ന് ദോശ ചുടുന്നത്. ആദ്യം അപ്പച്ചട്ടിയിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തു. പിന്നെ അതിലേക്ക് കുറച്ച് ദോശമാവ് ഒഴിച്ചു കൊടുത്തു. ഇതുവരെ എല്ലാം ഓക്കെ ആയിരുന്നു ഗൈസ്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും മൈൻഡ് വോയിസ് എനിക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്. ഇത് എന്നാത്ത ചാതനോ അങ്ങനെ ആയിരിക്കുമല്ലോ അല്ലേ ചിന്തിച്ചിട്ടുണ്ടാവുക. ഞാനും അങ്ങനെ തന്നെയാണ് ചിന്തിച്ചത്. എന്തായാലും അപ്പച്ചട്ടി നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് ദോശ ഇളകി വന്നായിരുന്നു കേട്ടോ. ആദ്യത്തെ അപ്പം അല്ല ദോശ ചുട്ട് കഴിഞ്ഞപ്പോഴേക്കും ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം കറക്കി എടുക്കുന്ന പോലെ ഈ ദോശമാവ് ഇങ്ങനെ കറക്കി എടുക്കാം. എന്നിട്ട് നമ്മൾ വീണ്ടും ഇതുപോലെ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് അപ്പം കറക്കി എടുക്കുന്ന പോലെ കറക്കി ഇങ്ങ് എടുത്തു. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? എന്തായാലും അടുത്തുള്ളവരും വരുന്നവരും പോകുന്നവരും ഒക്കെ ഇത് എന്താണെന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വലിയ തരക്കേടില്ലാതെ ഈ ഒരു ദോശ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ വിട്ടുകൊടുക്കുമോ? പിന്നെ നമ്മൾ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല 4 ദോശയാണ് നമ്മൾ അപ്പച്ചട്ടിയിൽ ചുട്ടെടുത്തത്. അങ്ങനെ ഞങ്ങൾ ദോശപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കാനായിട്ട് പോയി. നോക്കിയപ്പോഴോ ഇന്ന് ഹോസ്റ്റലിൽ പനീർ കറി ഉണ്ടായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, അതും എടുത്ത് കാര്യമായിട്ട് ഫുഡ് അടിച്ച് കിടന്നുറങ്ങി. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.